ഹലോ എവരി വൺ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗ് ആയാലും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ ഷോപ്പിങ്ങിന് പോകുന്നത്, അതും ബസ്സിൽ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലാകെ 4 ബസ്സും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഈ ബസ്സിനെ സമയത്ത് കാത്തുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ചില സമയത്ത് നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ എനിക്കൊരു കാറിൽ പോയി കൂടി എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, കാരണം എൻ്റെ വീട്ടിൽ കാറില്ല. ഇനി ബസ്സിന്റെ കഥ അവിടെ നിൽക്കട്ടെ, എന്തിനാ ഷോപ്പിങ്ങിന് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ ബ്രദറിന്റെയും വൈഫിന്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ്. അപ്പം ബ്രദറിന്റെ വൈഫിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ ഏത് കളർ ചൂസ് ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് നമ്മളിത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ബ്രദറിന്റെ വൈഫിനെ കൂട്ടാതെയാണ് ഞങ്ങൾ പോയത്. പാർട്ടി വെയർ മാത്രം പോരാ, ഒരു ഗൗണും കൂടി എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഗൗണും കൂടി ചൂസ് ചെയ്തു. ഇനി അടുത്തത് നമുക്കൊരു സാരി. നമ്മളിപ്പോൾ സാരി നോക്കിക്കൊണ്ടിരിക്കുന്നത് സാരി കളക്ഷൻസ് ഒരുപാട് കയ്യിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂണീക്ക് വൺ കണ്ടെത്തുക എന്നത് വൻ ടാസ്ക് ആയിരുന്നു. അവർ കാണിച്ചു തരുന്ന സാരിയിൽ ഒന്നുകിൽ കളർ നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ആ പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ആ ക്ലോത്ത് നമ്മുടെ കയ്യിലുണ്ടാവും. പാവ സെയിൽസ്മാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മളും. അങ്ങനെ നെറ്റ് സാരി നോക്കാൻ വിചാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ നെറ്റ് സാരി എടുത്ത് പുറത്തേക്ക് ഇട്ടു തന്നു. പക്ഷെ അത് കുറച്ച് ഹെവി വർക്കായിരുന്നു. അത്രയും ഹെവി വർക്കുള്ള സാരി ആയിരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഫൈനലിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് സാരി കൂടി നോക്കുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല രസമുണ്ടായിരുന്നു തൊടാനൊക്കെ. എന്നാൽ സാരി വാങ്ങിക്കുന്ന ആൾക്ക് ഈ ഒരു ടൈപ്പ് സാരിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ സാരി കണ്ടോ, ഇത് എന്ത് രസമായിരുന്നു കാണാൻ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, അതുപോലെ തന്നെ തൊടാനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ഈ സാരിയിൽ സ്റ്റെക്ക് ആയി പോയി, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, എൻ്റെ ബെസ്റ്റ് വർഷന്റെ കല്യാണത്തിൽ ഇങ്ങനത്തെ സാരി എടുത്ത് ഞാൻ വിലസി നടക്കുന്നു. അവളാണെങ്കിൽ കെട്ടൊന്നുമില്ല. അവൾ കണ്ടാൽ മിക്കവാറും എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് സാരി എടുക്കാൻ ഞാൻ കല്യാണം കഴിക്കണോ എന്ന്. വേണ്ട, കല്യാണം കഴിക്കണ്ട, എനിക്കൊരു സാരി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരൂ പ്ലീസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറൊരു കടയിലും കൂടി കയറി നോക്കി. അവിടെ നിന്നും സാരി കിട്ടിയില്ല. അങ്ങനെ കിട്ടിയ ഡ്രസ്സുമായിട്ട് നമ്മൾ അങ്ങ് പോയി. സാരി പിന്നെ ഒരു ദിവസം വാങ്ങിക്കാൻ വിചാരിച്ചു. ഇനി ഇത്രയും ആലെന്നതില്ലേ എന്തെങ്കിലും കഴിക്കണ്ടേ. നമ്മൾ നല്ലൊരു കൂൾബാറിൽ കയറി നല്ലൊരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ട് വിശന്ന് കുടിക്കുന്നോണ്ടാണോ എന്നറിയില്ല, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ തന്നെയുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.